ഫാത്തിമ മാതാ ശശിത്തേക്കൻകുറ്റി ഇടവക വികാരി ബഹുമാനപ്പെട്ട ഡൊമിനിക് പുണ്ടത്തുകുടിയിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടത്തിയ തിരുകർമ്മങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒന്നാം വായന. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവമേ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകു കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു. ഇസഹാക്കിന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈ വെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പെടുക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് അവന് വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർശബായിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർശബായിൽ പാർത്തു. രണ്ടാം വായന. ഏശയ്യായുടെ പുസ്തകത്തിലുള്ള വായന 52-ാം അധ്യായം 13 മുതൽ 53-ാം അധ്യായം 9 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കട്ടെ. എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്ഭുതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും
ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യന്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവരുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് വരുത്തി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നാണ് കർത്താവിന്റെ ഹിതമായിരുന്നു. മൂന്നാം വായന. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ളതിന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുന്നതെന്നും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദ്യത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നതിന്റെ മേൽ പോലും ആദ്യത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നതിന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവ് ഈശോയുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗത്സമേൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുമ്പോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു.
അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരമായി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്നും അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശിൽ ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറിയക്കാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ശിമിയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിന്റെയും റോഫോസിന്റെയും പിതാവായ ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു: ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത വയോധരങ്ങൾക്കും ഭാഗ്യം എന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് തങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ മിഗ്ര കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. പെസഹവെള്ളി, ദുഃഖവെള്ളിയാഴ്ച. പീഡാനുഭവ ചരിത്രത്തിലൂടെ നാം തീർത്ഥയാത്രയായി യേശുവിന്റെ ഗാഗുൽത്ത മലയിലെ ബലിയർപ്പണത്തിൽ ധ്യാനപൂർവം പങ്കുപറ്റിയ ഏറ്റവും അനുഗ്രഹീതമായ സമയമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ത്യാഗഫലങ്ങൾ തമ്പുരാന് കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഇത് നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഈശോയുടെ മരണം എന്നുള്ളത് തിരുവെഴുത്ത് നിറവേറ്റപ്പെടേണ്ട വലിയ സംഭവമായിരുന്നു. ആ സംഭവത്തിലേക്ക് കൂടിച്ചേർന്ന് നിന്ന നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ ഇന്ന് വിലയിരുത്തണമെന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. ഈശോ പീഡാനുഭവത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ നമ്മള് പെസഹ തിരുനാളിൽ വായിച്ചു നിർത്തിയത്, സുവിശേഷമായി വായിച്ചു നിർത്തിയത്, അവൻ അപ്പമെടുത്ത് മുറിച്ചു കൊടുത്ത് ഇതിന്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ ഒരു സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം സൈത്തുമലയിലേക്ക് പോയി എന്നാണ്. പത്രോസിന് ബോധ്യമുണ്ടായിരുന്നു. ഒലിവ് മലയിൽ ഗത്സമേൻ തോട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുരിശുവെള്ളം അടുത്തിരിക്കുന്നു, രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്റെ ഗുരുവനും തനിക്കുമെതിരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
തന്റെ പ്രിയപ്പെട്ട വിശ്വസ്തരിൽ ആരോ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നൊക്കെ പത്രോസിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ഒരു വാള് കയ്യിലെടുത്തത്. ഇന്നത്തെ വായനയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പത്രോസിന്റെ അരയിൽ ഒരു വാൾ ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈശോയുടെ ചേർന്ന് ഈശോയുടെ കൂടെ 3 വർഷം ഗുരുവിന്റെ പല്ലാണകൾ ഏറ്റെടുത്തവൻ, ഗുരുവിന്റെ ചൂടും ചൂരും അറിഞ്ഞവൻ, അവൻ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പ്രധാന ആചാര്യന്മാരുടെയും നിയമജ്ഞരുടെയും എടുത്തു ചേർന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? യൂദാസിന്റെ കാര്യമായത്. യൂദാസ് തിരുവചന വായനയില് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണിത്. ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? വാത്സല്യമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സത്യം ഇതാണ്. എന്റെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഒരടിമയുടെ കാശിന്, ഒരടിമയുടെ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റുകൊടുത്ത് താൻ വിജയിച്ചു എന്ന് ജീവിതത്തിന്റെ ചരിത്രത്തിൽ എഴുതിയവൻ, അവന്റെ പതനം എന്തായിരുന്നെന്ന് നമുക്കറിയാം. ഗുരു ആരാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം നമ്മള് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവരുടെ ഗണത്തിലേക്ക് താഴ്ത്തപ്പെടുകയാണ് ചെയ്യുക. ഈ യുഗവെള്ളിയാഴ്ച ദിവസം തമ്പുരാൻ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്, നിനക്ക് എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകാൻ വരുന്ന മേഖലകളിൽ, ഞാനായി ജീവിക്കേണ്ട മേഖലകളിൽ നിനക്ക് ഞാനായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു സത്യം നീ ഇന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ഒത്തിരിയേറെ ധാരണകളും ചിന്തകളും ചിന്താശകലങ്ങളും ഒക്കെ ഉള്ളവരാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാൻ എന്ന് പറഞ്ഞു തരുന്നത്, പത്രോസിനോട് പറഞ്ഞു, പത്രോസ് നീ നിന്റെ വാള് ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. വാത്സല്യമുള്ളവരെ, പത്രോസ് കണക്ക് കൂട്ടി ഈശോയെ രക്ഷിക്കണമെന്ന് കണക്ക് കൂട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ തന്റെ ജീവൻ തന്നെ രക്ഷിക്കണമെന്ന് കരുതി കൂട്ടിയ വാള് അത് യാതൊന്നിനും ഉപകരിക്കാതെ പോയി എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പല പല വാളുകൾ കൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ ഇന്ന് കരുതണം. നമ്മൾ വാളൂരി വെട്ടുക തന്നെ ചെയ്യും. അവന്റെ ശരീരവും മനസ്സും ഒക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്റെ വാക്കുകളാകുന്ന വാൾ കൊണ്ട് ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിക്കൊള്ളുക. നീ എടുക്കുന്ന അതേ വാളുകൾ കൊണ്ട് തന്നെ നീയും വധിക്കപ്പെടുക തന്നെ ചെയ്യും. വാളതിന്റെ ഉറയിലെടുക്കുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. ഈ ഒരു തിരിച്ചറിവായിരുന്നു നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ്, ദുഃഖവെള്ളിയാഴ്ച തരുന്ന തിരിച്ചറിവാണിത്. അനേക വാളുകൾ കൊണ്ടും അനേക ബുദ്ധിയുടെ മേഖലകൾ കൊണ്ടും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ പ്രകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത്, നിനക്ക് സൗഖ്യം നൽകാൻ, ജീവിതത്തിൽ നിന്റെ ജീവിത പങ്കാളിക്ക്, കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം നൽകാനുള്ള വാളുകൾ നീ കരുതി വെക്കുക. അങ്ങനെ കരുതി വെച്ച് നിന്റെ ജീവിതത്തെ യേശുവിനോടൊപ്പം ചേർത്ത് പിടിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാകട്ടെ ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച ദിവസം. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് ഓടിപ്പോയെന്ന് കരുതുന്നവരാണ് നമ്മള്. അല്ല കേട്ടോ, ഈശോയുടെ കുരിശിൻ ചുവട് വരെ അനുഗമിച്ച പരിശുദ്ധ അമ്മ, ഈശോയുടെ കുരിശെടുക്കാൻ സഹായിച്ച ശിവയോൻ, ഈശോയോടൊപ്പം മാതാവിനോടൊപ്പം ഉണ്ടായിരുന്ന 10 സ്ത്രീകള്, ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ, ഇവരെല്ലാം ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും സത്യത്തിനെതിരെ വിധി പ്രഖ്യാപിച്ചവരാണ് പീലാത്തോസ്. പീലാത്തോസ് ഇന്ന് ശ്രദ്ധേയനായ ഒരു മനുഷ്യനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. സത്യം എന്താണെന്നോ അറിവുണ്ടായിട്ടും ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി, എന്റെ കൂട്ടുകാരന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്റെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, യേശുവിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരെ ഒറ്റിക്കൊടുക്കുവാൻ, അവരുടെ കൂടെ നിൽക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്ന ദിവസങ്ങൾ ആണോ കടന്നുപോയതെന്ന് നമ്മൾ ചിന്തിക്കണം.
സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ സത്യത്തോട് അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത് സത്യം എന്താണെന്ന്. ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈശോ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എന്റെ രാജ്യം ഐഹികമല്ല. സത്യം ജയിക്കുന്നിടത്ത് എന്റെ രാജ്യം കടന്നു വരുന്നു. ഈ ഒരു ജീവിത യാഥാർത്ഥ്യത്തിൽ കൂടെ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ കടത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. യേശുവിനോടൊപ്പം അനുയാത്ര ചെയ്ത് യേശുവിന്റെ കുരിശുമരണത്താൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ഹനിക്കാതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂർച്ചയേറിയ പാടുകളെ അതിന്റെ ഉറയിൽ ഇട്ടുകൊണ്ട് പത്രോസ് വേദനിച്ച് കളഞ്ഞ ചെവി ഈശോ അയാൾക്ക് തിരിച്ചു വെച്ചു കൊടുത്ത് സൗഖ്യം നൽകിയതുപോലെ സൗഖ്യദായകനായി തീരുവാനുള്ള പിടിയാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, അതുവരെ ശത്രുതയിലായിരുന്ന പീലാത്തോസും ഹേറോദോസും മിത്രങ്ങളായി തീർന്നു എന്ന്. യേശുവിന്റെ പീഡാസഹനത്തിൽ പങ്കുപറ്റുന്ന നിമിഷങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന ജീവിതശൈലിയാണ് നമ്മുടേത് നമ്മൾ അനുവർത്തിക്കേണ്ടത്. അന്ന് വരെ ശത്രുക്കളായിരുന്ന പീലാത്തോസും ഹേറോദോസും ഈശോ കടന്നു ചെന്നപ്പോൾ അവരുടെ ശത്രുതയാകുന്ന മേഖലകളെ രാജവീതികളാക്കിക്കൊണ്ട് സ്നേഹത്തിന്റെ രാജ്യത്തിലേക്ക് ഈശോ ആ രണ്ട് വ്യക്തി ജീവിതങ്ങളെയും കൂട്ടിയിരുത്തി. അവിടെയൊക്കെ ജീവിതത്തിന് വേണ്ട ഇതാണ്, സ്നേഹത്തിന്റെ രാജ്യത്തിലേക്ക് ഈശോയോടൊപ്പം ഈശോയുടെ കുരിശുകളെടുത്ത് യാത്ര ചെയ്യുന്നവന് അവരെ തന്റെ ശത്രുക്കളെയെല്ലാം മിത്രങ്ങളാക്കി തീർക്കാൻ സാധിക്കും. ഈ ഒരു ജീവിതാനുഭവവും ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് നൽകട്ടെ. അങ്ങനെ സഹനത്തിന്റെ മാതയിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരേ ഒരു ചോദ്യം കൂടെ അവശേഷിക്കുകയാണ്. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി എനിക്ക് ഈശോയുടെ കുരിശുകൾ എടുക്കുവാൻ, ഈശോയെ പ്രതി വധിക്കപ്പെടുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വധിക്കപ്പെടുവാൻ, എന്റെ കുടുംബത്തിന് വേണ്ടി വധിക്കപ്പെടുവാൻ, എന്റെ കുടുംബത്തിന് വേണ്ടി നിന്ദനങ്ങൾ ഏറ്റെടുക്കുവാൻ, എല്ലാവരാലും പരിത്യക്തരാകുവാൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുവാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ എന്റെ ക്രിസ്തു എന്നോടൊപ്പമുണ്ട്. നിന്റെ കുരിശിനരികെ ശിമയോനെ പോലെ, യേശുവിനെ സഹായിച്ച ശിമയോനെ പോലെ എന്റെ ഈശോ എന്റെ കുരിശിനരികെ എന്റെ വേദനകൾക്കരികെ ഉണ്ട് എന്നുള്ള ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള അനുഗ്രഹവും കൃപയും ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ദുഃഖവെള്ളിയാഴ്ച ദിനം അതിന്റെ പൂർണ്ണതയിൽ അനുസ്മരിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹങ്ങള് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും സ്വന്തമാക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പിതാവിന്റെ മഹത്വത്തിന്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചുവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവമഹത്വം തെളിയിച്ചവനും വിജയശ്രീ നാടിനായി ജെറൂസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മിശിഹായിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവരുമായി മിശിഹ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. സകലത്തിന്റെയും നാഥനും എല്ലാറ്റിന്റെയും പരിപാലകരുമായി നിന്നിൽ ഞങ്ങൾ പ്രത്യാശയും ശരണവും അർപ്പിക്കുന്നു. അനുതാപത്തോടുകൂടെ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കള്ളവരോടൊപ്പം നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ നീ അർഹരാകണമേ. നിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
No.